981 ഗ്രാം MDMA-യുമായാണ് വയനാട് വെള്ളമുണ്ട സ്വദേശി ഇസ്മായിലിന് എക്സൈസ് വിലങ്ങിട്ടത്. മയക്കുമരുന്ന് ഡൽഹിയിൽ നിന്ന് മംഗള എക്സ്പ്രസിൽ കടത്തിക്കൊണ്ടുവന്നതാണ്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഇസ്മായിലിനെ പിടികൂടിയത്. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ വിൽപ്പനയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ ലഹരി ഉപയോഗിച്ചിരുന്ന ഇസ്മായിൽ പിന്നീട് ലഹരി വിൽപ്പനയിലേക്ക് കടക്കുകയായിരുന്നു. ഉദ്ദേശം ഒരു 50 ലക്ഷം രൂപയോളം വിലയുള്ള സാധനമാണ് ഇപ്പം ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത്. അവരുടെ മോഡസ് ഓപ്പറാൻഡി മൊത്ത വിതരണത്തെക്കാളുപരി അവർ യുവജനങ്ങളെയാണ് നോട്ട് വിടുന്നത്. അപ്പോൾ ഇത് ചെറിയ പാക്കറ്റുകളിൽ 1/2 ഗ്രാമൊക്കെ ആക്കി ഇവർക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 രൂപ അവർ ചോദിക്കുന്ന വില അവർക്ക് കിട്ടും. 5000 രൂപ 6000 രൂപ വരെ ഓപ്പൺ മാർക്കറ്റിൽ അവർ 1 ഗ്രാമിന് മേടിക്കുന്നുണ്ട്. അയാളുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായ പുള്ളിക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. അതിനുശേഷം പുള്ളി MDMA ഉപയോഗിക്കാറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ശീലത്തിൽ കൂടിയാണ് അത് ബിസിനസ്സിലേക്ക് നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 26 വയസ്സോളം കഷ്ടിച്ച് പ്രായമുള്ളൂ. MDMA കടത്തിന് പിന്നിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം. ഇവർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.